പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തു എവിടെ പോയി? കല്ലറ ശൂന്യമായിരുന്നു, എങ്കിലും സ്വർഗം നിശബ്ദമായിരുന്നില്ല. കല്ല് മാറ്റിയത് അവനെ പുറത്തുവിടാനായിരുന്നില്ല, മറിച്ച് മരണം അവനെ പിടികൂടില്ലെന്ന് വെളിപ്പെടുത്താനാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ജീസസ് ഓഫ് നസ്രത്തിൽ എഴുതിയതുപോലെ, ഇതൊരു സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഒരു പരിണാമത്തിലേക്കും പുതിയ അസ്തിത്വത്തിലേക്കുമുള്ള വരവാണ്. ഉത്ഥിതനായ ക്രിസ്തുവിന് കാലത്തിനും മരണത്തിനും അപ്പുറം മഹത്വീകരിക്കപ്പെട്ട ഒരു അസ്തിത്വമുണ്ട്. അവൻ ലോകത്തെ കൈവിട്ടിട്ടില്ല. ആത്മാവിലും സഭയിലും കുർബാനയിലും അവൻ എന്നും ജീവിക്കുന്നു. ആ മഹത്വമേറിയ ജീവിതത്തിലേക്ക് അവൻ നമ്മെ വിളിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ.